വീണ്ടും കർത്താവിന് മഹത്വം കരയറ്റുന്നു. ഈ സെഷൻ്റെ ഏതാണ്ട് അവസാന സമയത്തേക്ക് വരികയാണ്. ഇത് കഴിഞ്ഞിട്ട് ഒരു കൺക്ലൂഡിങ് മെസ്സേജ് കൂടെ ഉള്ളൂ. ഈ സെഷനിൽ ഞാൻ പ്രവചന വിഷയങ്ങളിൽ പ്രധാനമായി കാണുന്ന ഒരു വിഷയം കൂടെ ദൈവമക്കളെ ഉണർത്തിക്കണം എന്ന് എൻ്റെ മനസ്സിൽ പ്രേരണ തോന്നി. ആ വിഷയം ഞാൻ എടുക്കാൻ പോവുകയാണ്. ഉൽപ്രാവണത്തെക്കുറിച്ച് നമ്മൾ ഓർത്തുകൊണ്ടിരുന്നു. റാപ്ചർ, ഉൽപ്രാവണം കഴിയുമ്പോൾ നമ്മൾ കർത്താവിൻ്റെ ന്യായസനത്തുമ്പിൽ നിൽക്കുകയും കുഞ്ഞാടിൻ്റെ കല്യാണം നടക്കുകയും അതിനുശേഷം 1000 വർഷം കുഞ്ഞാടിൻ്റെ കല്യാണ സദ്യ ഈ ഭൂമിയിൽ നടക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ ചിന്തിച്ചു. അതിലല്പം വിശദമായി നമ്മുടെ ന്യായവിധിയുള്ള ബന്ധത്തിൽ പഠിക്കുകയുണ്ടായി. പ്രതിഫലങ്ങളും മറ്റും പഠിച്ചു. ഈ സമയത്ത് നമ്മുടെ കർത്താവ് വരികയാണെങ്കിൽ രക്ഷിക്കപ്പെട്ട എല്ലാവരും ഒരു നിമിഷത്തിനുള്ളിലൂടെ നിന്ന് മാറ്റപ്പെടും. നാം മാറ്റപ്പെടും. ആ തലമുറയ്ക്ക് പറയുന്ന പേരാണ് ടെർമിനൽ ജനറേഷൻ. ടെർമിനൽ ജനറേഷൻ. ഏത് തലമുറയാണോ ഇവിടെ നിന്ന് മാറ്റപ്പെടുന്നത്, കാഹളധ്വനി കേൾക്കുന്നത് ഏത് തലമുറയാണോ ആ തലമുറ, ഇറ്റ് ഈസ് എ ടെർമിനൽ ജനറേഷൻ. ഈ തലമുറകളുടെ സഭായുഗത്തിൻ്റെ അവസാനത്തിലുള്ള ഒരു തലമുറയായിരിക്കും ആ മാറ്റപ്പെടുന്ന തലമുറ. വേദപുസ്തകം ശ്രദ്ധിക്കുമ്പോൾ റാപ്ചർ നടക്കുന്ന തലമുറയ്ക്ക് 2 ക്യാരക്ടർ ആത്മീയ ഗോളത്തിൽ, ക്രിസ്തീയ ഗോളത്തിൽ കാണാൻ കഴിയുന്നു. 2 ക്യാരക്ടേഴ്സ്. ഇറ്റ് ഈസ് എ വാർണിംഗ്. അത് ദൈവമക്കൾക്ക് ഒരു വാർണിംഗ് ആണ്. വളരെ ശ്രദ്ധയോടുകൂടെ പഠിക്കാനും ശ്രദ്ധിപ്പാനും ആവശ്യമാണ്. നോക്കുക, സഭ മാറ്റപ്പെട്ട ശേഷം രാഷ്ട്രീയ മണ്ഡലത്തിലും ആത്മീയ മണ്ഡലത്തിലും എന്ത് സംഭവിക്കുമെന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട്. പൗലോസ് പറഞ്ഞു, അധർമ്മത്തിൻ്റെ മർമ്മം വ്യാപരിക്കുന്നുണ്ട്. ദ മിസ്റ്ററി ഓഫ് ഇനിക്വിറ്റി ഈസ് ഓൾറെഡി അറ്റ് വർക്ക്. ആ ഇനിക്വിറ്റി ഇങ്ങനെ വർദ്ധിച്ച് സഭ മാറ്റപ്പെട്ട് കഴിയുമ്പോൾ അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് വരും. അങ്ങനെ വന്ന് ലോലെസ് വൺ, അധർമ്മമൂർത്തിയെ വെളിപ്പെടുത്താൻ കഴിയും. സോ ഈ അധർമ്മത്തിൻ്റെ മർമ്മം, മിസ്റ്ററി ഓഫ് ഇനിക്വിറ്റി ഈസ് ഓൾറെഡി വർക്കിംഗ് ആൻഡ് ഇറ്റ് ഈസ് ഇൻക്രീസിങ്. അത് പ്രവർത്തിക്കുക മാത്രമല്ല, വളരെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഒരു സന്ദർഭത്തിൽ വേർപെട്ട വിശ്വാസികളായ നമ്മൾ ഇന്നത്തെ ലോകത്തിലെ ഈ പ്രതിഭാസങ്ങളെ വിലയിരുത്തുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഞാൻ ആ ഭാഗത്തിലേക്ക് പോവുകയാണ്. 2 കാര്യം സംഭവിക്കും. ഒന്ന്, സത്യോപദേശം വിട്ടുകളയും. We will depart from the right doctrines. We will depart from the doctrines. ഇന്ന് ലോകവ്യാപകമായി ബ്രദറൻ പ്രസ്ഥാനത്തിന് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ അത് സംഭവിച്ചേ സാധിക്കുകയുള്ളൂ. There will be a departure, apostasy. It is already working. 2, a great deception will be in the world. ലോകത്തിൽ വലിയൊരു വഞ്ചനയുണ്ടാകും. ആ വഞ്ചന മതങ്ങളെ ഒന്നിപ്പിക്കുവാനിടയാക്കി മാറ്റും. മതങ്ങളെല്ലാം കൂടെ ഒന്നിച്ച് മർമ്മമഹതിയ ബാബിലോൺ. അവസാനം റോമിൻ്റെ കീഴിൽ സഭകളെല്ലാം കൂടെ ചെന്നമരും. ഞാൻ വെളിപ്പാട് 17 കുറിച്ച് ഒരു പ്രാവശ്യം എൻ്റെ സഭയിൽ ശുശ്രൂഷിച്ചപ്പോൾ ഒരു കത്തോലിക്ക നണ്ണായിരുന്ന ഒരു സഹോദരി, അവരുടെ വിവാഹം ഞാനാണ് നടത്തിയത്. ഷീ വാസ് എ കത്തോലിക് നൺ. അവർ ആ കുപ്പായമൊക്കെ ഊരി അവരുടെ വിവാഹം ഞാൻ നടത്തി. അവർ ഞങ്ങളുടെ സഭയിലുണ്ട്. ഞാൻ എൻ്റെ പ്രസംഗം കേട്ട ശേഷം എന്നെ കാണാൻ അവരും ഭർത്താവും കൂടെ വീട്ടിൽ വന്നപ്പോഴാണ് അവർ പറഞ്ഞതിൻ്റെ ഗൗരവം എനിക്ക് മനസ്സിലായി. അവർ വന്നതിൻ്റെ കാരണം, ഈ കാത്തോലിക്ക നന്നായിട്ടിരിക്കുമ്പോൾ അവരെ പഠിപ്പിച്ചു, അവസാനം ഒരിടയനും ഒരാട്ടിൻകൂട്ടവുമാകും. ഒരിടയൻ പോപ്പ്, ആട്ടിൻകൂട്ടം ക്രിസ്തീയ സഭ. പോപ്പിൻ്റെ കീഴിൽ സഭകൾ വരും. അതാണ് ഒരിടയനും ആട്ടിൻകൂട്ടമെന്ന് ഈ കത്തോലിക്ക നണ്ണിനെ പഠിപ്പിച്ചിരുന്നു. കത്തോലിക്ക സഭ അത് പ്രതീക്ഷിക്കുന്നു. ഇന്ന് ശക്തമായി എക്യുമെനിസം, വൺ വേൾഡ് റിലീജിയൻ എന്ന് പറഞ്ഞ് ലോകത്തിൽ ശക്തമായ മൂവ്മെൻറ്റ്, സഭകളെ ഒന്നിപ്പിക്കുവാൻ പോപ്പ് ഇറങ്ങി തിരിച്ചു കഴിയും. സഭകൾ മാത്രമല്ല, മതങ്ങളെ ഒന്നിപ്പിക്കുവാൻ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞു. ലോകത്തിൻ്റെ വാർത്തകൾ ശ്രദ്ധിച്ചാൽ അത് കാണാൻ സാധിക്കും. അതിനെ എതിർത്ത് നിൽക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുണ്ട്. ഈ മിസ്റ്ററി വർക്ക് ചെയ്യുന്നു. എന്നാൽ പരിശുദ്ധാത്മാവ് സഭയുമായി മാറ്റപ്പെട്ട് കഴിയുമ്പോൾ അത് സംഭവിക്കാൻ എളുപ്പമായിരിക്കും.
മറ്റൊരു ഡിസെപ്ഷൻ ഈ തലമുറയിൽ നമ്മൾ കണ്ടുവരുന്നത് കരിസ്മറ്റിസിസം. ഞാൻ അതാണ് ഇപ്പം വിശദമായി ചിന്തിക്കാമെന്ന് കരുതുന്നത്. നിങ്ങൾ ഞാൻ പറയുന്ന നോട്ട്സുകൾ കുറിച്ചെടുക്കുക. ഇത് വളരെ ഗൗരവമേറിയ കാര്യമാണ്. നമ്മുടെ ഇടയിൽ നിന്ന് തന്നെ ഈ വിഷയത്തിലേക്ക് ആളുകൾ കടന്നു പോകുമ്പോൾ എന്താണ് ഇതെന്നുള്ളത് നാം ഗ്രഹിക്കണം. ഈ വിഷയത്തിൽ എന്ത് സംശയമുണ്ടെങ്കിലും മീറ്റിംഗ് കഴിഞ്ഞും നിങ്ങൾക്ക് ചോദിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. ഒരു പക്ഷെങ്കിൽ ഈ കോൺഫറൻസിന് ആ സബ്ജക്റ്റ് മാത്രം എടുത്തിരുന്നെങ്കിലും ഈ ദിവസങ്ങളിൽ മുഴുവൻ ഞാൻ ആ വിഷയം ശുശ്രൂഷിച്ചേനെ. എന്നാൽ 1 മണിക്കൂർ കൊണ്ട് ആ വിഷയം ഞാൻ എടുത്ത് തീർക്കാൻ പോവുകയാണ്. ഐ വിൽ ബി ഫെയ്ത്ത്ഫുൾ ടു ദ സ്ക്രിപ്റ്റേഴ്സ്, ഐ വിൽ ബി ഫെയ്ത്ത്ഫുൾ ടു ദ ലോർഡ്. കാരണം ഞാൻ ആ സത്യം പറഞ്ഞില്ലെങ്കിൽ ഞാൻ ദൈവസന്നിധിയിൽ തെറ്റുകാരനാണ്. യേശുക്രിസ്തുവിൻ്റെ വരവിനുള്ള ബന്ധത്തിൽ മാത്യു ചാപ്റ്റർ 24, വേദവസമുള്ളവർ ശ്രദ്ധിക്കുക. മാത്യു ചാപ്റ്റർ 24, യേശുക്രിസ്തുവിൻ്റെ വരവിനുള്ള ബന്ധത്തിൽ കർത്താവിനോട് ശിഷ്യന്മാർ ചോദിച്ചു, നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളമെന്ത്? മാത്യു ചാപ്റ്റർ 24. എൻ്റെ ആയുസ്സിൽ ഈ അധ്യായം പഠിച്ചതുപോലെ ശ്രദ്ധിച്ചതുപോലെ വേറെ ഒരു അധ്യായം കാണില്ല. അതുപോലെ ഈ അധ്യായത്തിൽ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഞാൻ പോയിക്കൊണ്ടിരുന്നു. ഒരു സന്ദർഭത്തിൽ എനിക്ക് വലിയ വെളിച്ചം കിട്ടി. ഈ മാത്യു ചാപ്റ്റർ 24 നിന്റെ വരവിൻ്റെ അടയാളം എന്തെന്ന് ചോദിച്ചപ്പോൾ കർത്താവ് ആദ്യം പറഞ്ഞത്, ഹീ സ്പീക്കിംഗ് അബൌട്ട് ദ ടെർമിനൽ ജനറേഷൻ. സഭ മാറ്റപ്പെടുന്ന യുഗത്തെക്കുറിച്ച്, ആ തലമുറയെക്കുറിച്ച് പറയുമ്പോൾ കർത്താവ് ആദ്യം പറഞ്ഞത് വേഴ്സസ് 4. അതിന് യേശു ഉത്തരം പറഞ്ഞത്, ആരെ നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിപ്പീൻ. അണ്ടർലൈൻ, the terminal generation will be a generation that is going to be deceived. അതുകൊണ്ട് കർത്താവ് മുന്നറിയിപ്പ് കൊടുത്തു, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിപ്പീൻ. The first and the foremost sign he told in the Christian world, there will be a great deception. Second, അതുകൊണ്ട് തീർന്നില്ല. 11-ാം വാക്യം നോക്കിയാട്ടെ. കള്ളപ്രവാചകന്മാർ വന്ന് അനേകരെ തെറ്റിക്കും. നോട്ട് ഫ്യൂ ബട്ട് മെനി. യു ഫൈൻഡ് 600 million charismatic people in this world now. 600 million. Not few, many will be deceived. തീർന്നില്ല. 24-ാം വാക്യം. കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് കഴിയുമെങ്കിൽ വൃതന്മാരെയും തെറ്റിപ്പാനായി വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കും, ഓർത്തുകൊള്ളുകയും. അപ്പോൾ ഈ ഡിസെപ്ഷൻ അടയാളവും കർത്താവ് പറഞ്ഞ പോലെ അത്ഭുതങ്ങളും അടയാളങ്ങളുമാണ്. അത്ഭുതങ്ങളും അടയാളങ്ങളും. ഈ മത്തായി 24-ൽ 3 പ്രാവശ്യം യേശുക്രിസ്തു ടെർമിനൽ ജനറേഷനിൽ സംഭവിക്കുന്ന ഡിസെപ്ഷനെ കുറിച്ച് പറയുമ്പോൾ അനേകർ തെറ്റിപ്പോകും, അത്ഭുതങ്ങളും അടയാളങ്ങളും അനേകരെ തെറ്റിക്കും, നിങ്ങൾക്കത് ഭവിക്കാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുവാൻ പറഞ്ഞു. അല്പം ചരിത്രത്തിലേക്കൊന്ന് ഇറങ്ങിപ്പോകാം. അതിൻ്റെ വിവിധ വശങ്ങളിൽ വരുന്നതിന് മുമ്പ് അതിൻ്റെ ചരിത്ര പശ്ചാത്തലത്തിലേക്ക് ഞാൻ ഇറങ്ങിപ്പോവുകയാണ്. എൻ്റെ സഹോദരന്മാരെ, സഹോദരിമാരെ, ദൈവപുത്രൻ 3 പ്രാവശ്യം ഈ അധ്യായത്തിൽ ഊന്നിപ്പറഞ്ഞതും ആദ്യം പറഞ്ഞതും അന്ത്യകാല ലക്ഷണം. ഇറ്റ് ഈസ് ദ ടൈം ഓഫ് ഡിസെപ്ഷൻ ആൻഡ് വി ആർ ലിവിങ് ഇൻ ദ ടൈം ഓഫ് ഡിസെപ്ഷൻ. നാം ഇന്ന് അവിടെ ജീവിക്കുന്നു. നാം ഇത് ലാഘവബുദ്ധിയോടെ ചിന്തിക്കേണ്ടവരല്ല, ഗൗരവമായി ചിന്തിക്കണം. എന്നാണ് ഇത് സംഭവിച്ചത്? 1906 ലോസ് ആഞ്ചലസിൽ ഈ പ്രതിഭാസം ആരംഭിച്ചു. 1906. എന്നാൽ അതിൻ്റെ തുടക്കമെന്ന് പറയുന്നത് 1901 ചരിത്രം ഞാൻ പറയുകയാണ്. 1901 ജാനുവരി മാസം 1-ാം തീയതി വൈകിട്ട് 7 മണി. എല്ലാ ജാനുവരിയിലും വാച്ച് നൈറ്റ് സർവീസും പുതിയ റെസൊല്യൂഷൻസും ഒക്കെ നമ്മൾ എടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഒരു ബൈബിൾ സ്കൂളിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി, ആഗ്നസ് ഓസ്മൻ, ജാനുവരി 1, 1901 വൈകിട്ട് 7 മണി അവൾ പഠിക്കുന്ന ബൈബിൾ കോളേജിൻ്റെ പ്രിൻസിപ്പളിൻ്റെ അടുക്കൽ ചെന്നു. കാരിസ് പർഹാം അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, കൈവച്ചെൻ്റെ തലയിൽ പ്രാർത്ഥിക്കണം. അദ്ദേഹം ആദ്യം വിമുഖത കാണിച്ചു, നിർബന്ധിച്ചു, കൈവച്ചെൻ്റെ തലയിൽ പ്രാർത്ഥിക്കണം.
ഹാരിസ് പർഹാമ പെൺകുട്ടിയുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവൾ അപശബ്ദങ്ങൾ പുറപ്പെടുവിച്ചു. അവിടെ തുടങ്ങിയ ഒരു പുതിയ ഉപദേശം. ആത്മസ്നാനത്തിൻ്റെ ഏകവും പ്രത്യക്ഷമായ അടയാളം അന്യഭാഷാ ഭാഷണം. ചെറുതായിട്ട് തുടങ്ങിയുള്ളൂ. 1901 ഈ ആഗ്നസ് ഓസ്മാനിലൂടെ ആത്മസ്നാനത്തിൻ്റെ ഏകവും പ്രത്യക്ഷമായ അടയാളം അന്യഭാഷാ ഭാഷണമാണെന്ന് പഠിപ്പിച്ചതിൻ്റെ ഫലമായി, തുടങ്ങിയതിൻ്റെ ഫലമായി ആദ്യത്തെ 50 വർഷം പുതിയ പുതിയ ചർച്ചസ് ഉണ്ടായി. അവരെ അറിയപ്പെട്ടത് പെന്റിക്കോസ്റ്റൽ ചർച്ചസ്. മെയിൻലി ആത്മസ്നാനത്തിൻ്റെ അടയാളമായ അന്യഭാഷാ ഭാഷണവും രോഗസൗഖ്യത്തിന് വേണ്ടിയുള്ള ശുശ്രൂഷകളും, ഈ 2 പ്രതിഭാസത്തിൽ അത് തുടങ്ങി. അടുത്ത 50 വർഷം പുതിയ സ്ഥലസഭകൾ സ്ഥാപിച്ചു. യൂറോപ്പിൻ്റെ പ്രദേശത്തും അമേരിക്കയിലും പെന്റിക്കോസ്റ്റലിസം ആരംഭിക്കുന്നു. അവിടെ കൊണ്ട് തീർന്നില്ല. 1960 അതിൻ്റെ സെക്കൻഡ് ഫേസ് ആരംഭിച്ചു. 1960, ഓൾമോസ്റ്റ് ആഫ്റ്റർ 50 years. പുതിയ സഭകൾ ഉണ്ടാക്കുവാനല്ല, സ്ഥാപിക്കപ്പെട്ട സ്ഥലസഭകൾ, ഇൻഡിപെൻഡൻറ്റ് ചർച്ചസ്, കാത്തലിക് ചർച്ചസ്, പ്രൊട്ടസ്റ്റന്റ് ചർച്ചസ്, റിഫോംഡ് ചർച്ചസ്, ഈ സഭകളുടെ ഉള്ളിലേക്ക് ഈ ഉപദേശം കടന്നു ചെന്നപ്പോൾ അതിനൊരു പുതിയ പേര് കൊടുത്തു, കരിസ്മറ്റിക് മൂവ്മെൻറ്റ്. 1960s എക്സിസ്റ്റിംഗ് ചർച്ചസിനെ, നിലനിൽക്കുന്ന സ്ഥലസഭകളെ പൊളിപ്പിച്ചെടുക്കാനുള്ള ശ്രമം ആരംഭിച്ചു. 1960 തുടങ്ങി. അവിടെ ഹീലിംഗ് ക്രൂസേഡുകൾ നടക്കുന്നു, രോഗസൗഖ്യത്തിൻ്റെ വലിയ ക്രൂസേഡ്. ഈ പ്രതിഭാസങ്ങളുടെ ലോകവ്യാപകമായി എക്സിസ്റ്റിംഗ് ചർച്ചുകളിലും കടന്നു വന്നിട്ട് മൂന്നാമത്തെ പ്രതിഭാസം, അതിൻ്റെ സ്റ്റേജ് 1980കളിൽ ആരംഭിച്ചു. എതിർത്ത് നിന്ന സഭകളുണ്ട്, തേർഡ് വേവ്. ഇതിനോട് എതിർത്ത് നിന്ന സഭകൾ അതിനകത്ത് നുഴഞ്ഞു കയറുവാൻ ഒരു പുതിയ പ്രതിഭാസം, കരിസ്മറ്റിക് സോങ്സ്. കാലൊക്കെ ഒന്ന് ഇളക്കുന്ന പാട്ടുകൾ എതിർത്ത് നിന്ന സഭകളുടെ ഉള്ളിലും കടന്നു വരാൻ തുടങ്ങി. സത്യത്തിലും ആത്മാവിലും ആരാധിച്ചു കൊണ്ടിരുന്നവർ പ്രൈസ് ആൻഡ് വർഷിപ്പ് ലീഡറിൻ്റെ കീഴിൽ ആരാധനയെന്ന് തെറ്റിദ്ധരിക്കാൻ തുടങ്ങി. വേർപെട്ട വിശ്വാസികളുടെ സമൂഹങ്ങളുടെ മധ്യത്തിലും ഈ പ്രതിഭാസം കടന്നു വന്നത് അത്ഭുതമാണ്. 3 സ്റ്റേജിലാണ് ഇത് സംഭവിച്ചത്. ആത്മസ്നാനത്തിൻ്റെ ഏകവും പ്രത്യക്ഷമായ അടയാളം അന്യഭാഷാ ഭാഷണം. സിമ്പിൾ അല്ല എന്ന് തെളിയിച്ചിട്ട് ഞാൻ മുന്നോട്ടങ്ങ് പോകാം. 1 കൊരിന്ത്യർ 12-ാം അധ്യായം. അവർ പ്രിൻ്റ് ചെയ്ത ബുക്കുകൾ, എൻ്റെ സാക്ഷ്യമെന്ന് പറഞ്ഞോട്ടെ, 1974 രക്ഷിക്കപ്പെട്ടു. ഞാൻ ചേത്തക്കൽ ബ്രദറിൻ്റെ അസംബ്ലിയിലായിരുന്നു. ഞാൻ രക്ഷിക്കപ്പെട്ടു വന്ന സമയത്ത് സഭ 2ആയി. കേസുകൾ, പ്രശ്നങ്ങൾ. അപ്പുറത്ത് നല്ല പാട്ടും പ്രസംഗമൊക്കെ. ഞാൻ അവരിലേക്ക് ആകർഷിക്കപ്പെട്ടു. 22 വയസ്സുള്ള ചെറുപ്പക്കാരനായി ഞാൻ അവരുടെ മീറ്റിങ്ങിന് പോകാൻ തുടങ്ങി. സത്യം പറയാം, ഒരു മീറ്റിങ്ങിന് ചെയ്തപ്പോൾ ഞാൻ എൻ്റെ ശ്രദ്ധ മാറ്റി. കാരണം ഞാനും തുള്ളുമെന്ന് എനിക്ക് തോന്നി. ഞാൻ ഇവരുടെ ബുക്കുകൾ അന്വേഷിച്ച് കിടന്നു. കുമ്മനാട്ട് ഹെബ്രോനിൽ തനിച്ച് ഞാൻ പോയിട്ടുണ്ട് അവരുടെ ബുക്കുകൾ മേടിപ്പാൻ. അമേരിക്കയിൽ ജോലി ചെയ്തപ്പോൾ, വിസിറ്റ് ചെയ്തപ്പോൾ 30 വർഷം മുമ്പ് ഞാൻ ഇവരുടെ ബുക്കുകൾ തപ്പി നടന്നു. എൻ്റെ പേരൻസ് ചിന്തിച്ചു, ഇവൻ പോയി, നഷ്ടപ്പെട്ടു. ഞാനൊരു കാര്യം തീരുമാനിച്ചു, എന്ത് വില കൊടുത്തും സത്യത്തിന് വേണ്ടി നിൽക്കും. ഞാൻ വിചാരിച്ചു ഇതാണ് സത്യം. ആകർഷിക്കപ്പെട്ടു. പെന്തിക്കോസിന് വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിച്ചു. ഒരു പെന്തിക്കോസുകാരത്തെ വിവാഹം കഴിച്ചു. ഞാൻ ധരിച്ചു പെന്തിക്കോസുകാരാണ് കൂടുതൽ ആത്മീയർ പെൺകുട്ടികൾ. അങ്ങനെ ഞാൻ ആഗ്രഹിച്ചു. പക്ഷേ എൻ്റെ വൈഫ് അന്യഭാഷ പറഞ്ഞിട്ടില്ല. അവർ യാക്കോബിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്നതുകൊണ്ട് അവരാരും അന്യഭാഷ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞു, നിങ്ങൾ പറയത്തില്ല. അവർ കാത്തിരുന്ന് ഉപവസിച്ച് 2-3 ദിവസം പട്ടിണി ഇരുന്ന് നോക്കി. ഈ സാധനം അവർക്ക് കിട്ടത്തില്ല. എന്നാൽ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു സത്യം ഞാൻ പറയാം. 100% നമ്മുടെ പിതാക്കന്മാർ പഠിപ്പിച്ചത് തിരുവചനത്തോട് സത്യമാണ്. ഞാനത് ഇന്നിത് പ്രസംഗിക്കുന്നത് ആശ്ചര്യമായി മനസ്സിലാക്കിയതുകൊണ്ടാണ്. ഞാൻ ഓർപ്പിക്കട്ടെ, ഇത് പെട്ടെന്ന് നമ്മുടെ മധ്യത്തിലും കടന്നു വന്നു. ട്രൂ വർഷിപ്പ് എന്താണ്? യഥാർത്ഥമായ വർഷിപ്പ്, ഇറ്റ് ഈസ് ദ വർഷിപ്പ് ഇൻ ദ സ്പിരിറ്റ്. അതിന് പകരം ലീഡറിൻ്റെ കീഴിൽ
പ്രൈസ് ആൻഡ് വർഷിപ്പ് എന്ന് പറഞ്ഞ പുതിയ പ്രതിഭാസം. എതിർത്ത് നിന്ന സഭകളിലേക്ക് ഇത് വന്നു. തേർഡ് സ്റ്റേജാണ്. 1 കൊരിന്ത്യർ 12-ാം അധ്യായം. ആത്മസ്നാനത്തിൻ്റെ അടയാളം അന്യഭാഷാ ഭാഷണമാണോ? 1 കൊരിന്ത്യർ 12-ന്റെ 13-ാമത്തെ വാക്യം. ദാസന്മാരോ സ്വതന്ത്രരോ നാം എല്ലാവരും ഏക ശരീരമാകുമാറെ ഒരേ ആത്മാവിൽ സ്നാനമേറ്റു എല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്തുമിരിക്കുന്നു. ആ വാക്യത്തിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കുക. നാം എല്ലാവരും ഒരേ ആത്മാവിനാൽ സ്നാനമേറ്റും ഒരേ ആത്മാവിനെ പാനം ചെയ്തുമിരിക്കുന്നു. കൊരിന്ത്യയിലുള്ള എല്ലാ വിശ്വാസികളും ആത്മസ്നാനം പ്രാപിച്ചു. ആണല്ലോ, തർക്കമില്ലല്ലോ, ഇല്ല. ഇനിയും അതിനകത്ത് 29-ാം വാക്യം നോക്കുകയും, എല്ലാവരും അപ്പസ്തോലന്മാരോ അല്ല, എല്ലാവരും പ്രവാചകന്മാരോ അല്ല, എല്ലാവരും ഉപദേഷ്ടാക്കന്മാരോ അല്ല, എല്ലാവരും വീര്യപ്രവർത്തികൾ ചെയ്യുന്നവരോ അല്ല, എല്ലാവർക്കും രോഗശാന്തിക്കുള്ള വരമുണ്ടോ? ഇല്ല, എല്ലാവരും അന്യഭാഷകളിൽ സംസാരിക്കുന്നുവോ? ഇല്ല, എല്ലാവരും വ്യാഖ്യാനിക്കുന്നുവോ? ഇല്ല. ശ്രേഷ്ഠവരങ്ങളെ മതി. എല്ലാവരും അന്യഭാഷ പറയുന്നില്ല എന്ന് അതേ അധ്യായത്തിൽ പറഞ്ഞു. എല്ലാവർക്കും ആത്മസ്നാനമുണ്ട്. കൊരിന്ത്യയിലുള്ള എല്ലാവർക്കും ആത്മസ്നാനമുണ്ട്, പക്ഷെ എല്ലാവരും അന്യഭാഷ പറയുന്നില്ല. പിന്നെങ്ങനെ ഇവരെ പ്രിന്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്? ആത്മസ്നാനത്തിൻ്റെ ഏകവും പ്രത്യക്ഷമായ അടയാളം അന്യഭാഷാ ഭാഷണമാണ്. കർത്താവ് പറഞ്ഞു, വചനം അറിയായികയാൽ അവർ തെറ്റിപ്പോകുന്നു. എടുക്കാം മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം. ഒരു ചെറിയ പഠനം. 7 ഉപമകളുടെ പഠനം. എന്തിനാ കർത്താവ് ഉപമകളിലൂടെ സംസാരിച്ചത്? മത്തായി 13:10 സ്വർഗരാജ്യത്തിൻ്റെ മർമ്മങ്ങൾ അറിയാൻ നിങ്ങൾക്ക് വരം ലഭിച്ചു. മാത്യു 13:10. അപ്പോൾ സ്വർഗരാജ്യത്തിൻ്റെ മർമ്മങ്ങളാണ് ഈ ഉപമകളിൽ എന്നുള്ളത് ശ്രദ്ധേയമാണ്. മാത്യു ചാപ്റ്റർ 13 അതിൻ്റെ 10-ാം വാക്യം. പിന്നെ ശിഷ്യന്മാർ അടുക്ക വന്നു, അവരോട് ഉപമകളായി സംസാരിക്കുന്നത് എന്തെന്ന് ചോദിച്ചു. അവൻ അവരോട് ഉത്തരം പറഞ്ഞത്, സ്വർഗരാജ്യത്തിൻ്റെ മർമ്മങ്ങളെ അറിയുവാൻ നിങ്ങൾക്ക് വരം ലഭിച്ചു. അപ്പോൾ സ്വർഗരാജ്യത്തിൻ്റെ മർമ്മങ്ങളാണ് ഉപമകളിൽ. ഈ 13-ാം അധ്യായത്തിൽ 7 ഉപമകളുണ്ട്. ഞാനൊരു ചെറിയ ഓട്ടം അതിനകത്തോട് ഓടുകയാണ്, അത് മനസ്സിലാക്കണം. 7 ദൈവത്തിൻ്റെ പൂർണ്ണസംഖ്യയാണ്. ലേവ്യ പുസ്തകം 23 7 യഹോവയുടെ ഉത്സവങ്ങൾ. 7 യഹോവയുടെ ഉത്സവം. 7 Jewish festival are prophetic. കാൽവറി ക്രൂശ് പെസഹ പെരുന്നാൾ, അവസാനത്തേത് കൂടാര പെരുന്നാൾ മില്ലിനിയം. കാൽവറി ക്രൂശ് തൊട്ട് സഹസ്രാബ്ദ വാഴ്ച വരെയുള്ളതിന് നിഴലാണ് 7 ജൂയിഷ് ഫെസ്റ്റിവലിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കുന്നത്. വീണ്ടും വെളിപാട് ദിവസം 2-3 അധ്യായം 7 സഭകളുടെ ദൂത്. എഗെയിൻ 7 സഭയുടെ ആരംഭം തൊട്ട് അവസാനം വരെയുള്ള ക്യാരക്ടർ. ഇവിടെ വരുമ്പോൾ 7 ഉപമകൾ. 7 ഉപമകളിൽ കർത്താവിൻ്റെ അഭാവത്തിൽ ഈ ലോകത്തിൽ സംഭവിക്കുന്നത്, അവൻ്റെ 1-ാം വരവിനും 2-ാം വരവിനും മധ്യത്തിൽ നടക്കുന്ന സംഭവ വികാസം ഉപമകളിലൂടെ പറയുന്നു. ഇതിനകത്ത് കരിസ്മറ്റിസിസം കാണാൻ പോവുകയാണ്. 7 ഉപമകളെ കർത്താവ് 2ആയി തിരിച്ചു. അങ്ങനെ തിരിച്ചിട്ടുണ്ടോ? 2ആയി തിരിച്ചു. എങ്ങനെയാ തിരിച്ചെന്നറിയാമോ? അതിൻ്റെ 52-ാം വാക്യം. അതുകൊണ്ട് സ്വർഗരാജ്യത്തിൽ ശിഷ്യനായി തീർന്ന ഏത് ശാസ്ത്രിയും തൻ്റെ നിക്ഷേപത്തിൽ നിന്ന് പുതിയതും പഴയതും എടുത്തു കൊടുക്കുന്ന ഒരു വീട്ടുടയനോട് സദൃശനമാകുന്നു എന്ന് പറഞ്ഞു. കർത്താവ് ഇത് പറഞ്ഞിട്ട് 7 ഉപമ പറഞ്ഞിട്ട് കർത്താവ് പറഞ്ഞു പുതിയതും പഴയതും. സാധാരണ നമ്മൾ പറയുകയാണെ പഴയതും പുതിയതെന്നും പറയും. കർത്താവ് തിരിച്ചാ പറഞ്ഞത് പുതിയതും പഴയതും. 7 ഉപമയെ 2ആയിട്ട് തിരിച്ചു, പുതിയതും പഴയതും. അതെങ്ങനെയാണ് തിരിച്ചിരിക്കുന്നത്? 13-ന്റെ 1-ാം വാക്യം നോക്കി. 13-ന്റെ 1. യെസ്, വായിച്ചു. വീട്ടിൽ നിന്ന് പുറപ്പെട്ട് കടലിൻ്റെ അരികിലിരുന്നു. കടൽക്കരയിലിരുന്ന് 4 ഉപമ പറഞ്ഞു. 4 ഉപമ ഞാൻ ചൂണ്ടിക്കാണിക്കാം. അതിൻ്റെ ശേഷം 36-ാം വാക്യം വായിച്ച്. 36-ാം വാക്യം. അനന്തരം യേശു പുരുഷാരത്തെ പറഞ്ഞയച്ചിട്ട് വീട്ടിൽ വന്നു. He spoke 3 more parables. അവൻ കടലരികിൽ ഇരുന്ന് 4 ഉപമ പറഞ്ഞു. അവൻ വീട്ടിൽ വന്ന് 3 ഉപമ പറഞ്ഞു. ഇതൊന്നും അവിചാരിതമായി സംഭവിച്ചല്ല. ആദ്യം പറഞ്ഞ 4 ഉപമ പുതിയതാണ്, പുതിയ നിയമസഭയെക്കുറിച്ചാണ്. അവസാനം പറഞ്ഞ 3 ഉപമ പഴയത്, യഹൂദനെ കുറിച്ചാണ്. ഈ കോൺഫറൻസിന്റെ തീമായിട്ട് വേണം ഇതെടുക്കായിരുന്നു.
നമുക്ക് 7 ഇതും എടുത്ത് നോക്കരുത്. ആദ്യത്തെ 4 ഉപമ പുതിയ നിയമസഭയുടെ മാർമിക സത്യങ്ങൾ വെളിപ്പെടുത്തുമ്പോൾ പഴയ യഹൂദനെ കുറിച്ചാണ് അവസാനത്തെ 3. ഒന്ന് കർത്താവ് പബ്ലിക്കായിട്ടിരുന്ന് പറഞ്ഞു, ഒന്ന് കർത്താവ് രഹസ്യമായിട്ട് പറഞ്ഞു. ആ ഓർഡർ തന്നെ നോക്കിയേ, പുതിയതും പഴയതും. ഇനി ആ പുതിയതൊന്നും നോക്കിയാട്ടെ. ഈ പുതിയത് കർത്താവ് പറഞ്ഞപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ 4 ഉപമ പറഞ്ഞു. 4 ഉപമ ശ്രദ്ധിച്ചാൽ ഒന്നാമത് 2-ാം വാക്യം, വിതയ്ക്കുന്നവൻ വിതയ്ക്കാൻ പുറപ്പെട്ടു, ഇല്ലേ? യെസ്, സോവർ ആൻഡ് ദ സീഡ്. അത് കർത്താവ് വ്യാഖ്യാനിക്കുന്നു. 4 ഉപമയിലും യേശുക്രിസ്തുവിന്റെ അഭാവത്തിൽ പുതിയ നിയമസഭയിൽ ദുഷ്ടൻ പ്രവർത്തിക്കുന്നത്, സാത്താൻ പ്രവർത്തിക്കുന്നത് 4 ഉപമയിലും ഊന്നി പറഞ്ഞു. നോട്ട് ചെയ്തോണം, 4 ഉപമയിലും ഊന്നി പറഞ്ഞത് സാത്താന്റെ പ്രവൃത്തിയാണ്. ഒന്ന് നോക്കിയേ, വിതയ്ക്കുന്നവൻ വിതയ്ക്കാൻ പുറപ്പെട്ടു, ചിലത് വഴിയരികിൽ വീണു, പറവകൾ വന്ന് അത് തിന്നുകളഞ്ഞു. 4-ാം വാക്യം, പറവകൾ വന്ന് അത് തിന്നുകളഞ്ഞു. പറവകൾ ആരാ? 19-ാം വാക്യം നോക്കിയേ, 19-ാം വാക്യം, ഒരുത്തൻ രാജ്യത്തിന്റെ വചനം കേട്ടിട്ട് ഗ്രഹിക്കാഞ്ഞാൽ ദുഷ്ടൻ വന്ന് അവന്റെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ടത് എടുത്തു കളയുന്നു. ദൈവത്തിന്റെ ദാസന്മാർ ദൈവവചനം വിതയ്ക്കുമ്പോൾ ഗ്രഹിക്കാതെ വരുന്നതിന്റെ കാരണം, ഗ്രഹിക്കായാൽ ദുഷ്ടൻ വന്ന് എടുത്തുകൊണ്ട് വന്നു, സാത്താൻ അത് കൊണ്ടുവന്നു. സാത്താനും പ്രവർത്തിക്കുന്നു ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുമ്പോൾ. കർത്താവിന്റെ ഉപമയുടെ മഹത്വം നോക്കി. 2-ാമത്തെ ഉപമ നോക്കുക, 24-ഉം 25-ഉം വാക്യം. അവൻ മറ്റൊരു ഉപമ അവർക്ക് പറഞ്ഞു കൊടുത്തു, സ്വർഗരാജ്യം ഒരു മനുഷ്യൻ തൻ്റെ നിലത്ത് നല്ല വിത്ത് വിതച്ചതിനോട് സദൃശമാകുന്നു. മനുഷ്യർ ഉറങ്ങുമ്പോൾ അവൻ്റെ ശത്രു വന്ന് ഗോതമ്പിനിടയിൽ കള വിതച്ചു പോയി കളഞ്ഞു. അവിടെയും കർത്താവ് എടുത്ത് പറഞ്ഞു, ഈ യുഗം മുഴുവൻ വിതയ്ക്കുന്ന കാലയളവാണ്, എന്നാൽ ശത്രു കളവിട വിതയ്ക്കുന്നു. ആരാണ് ഈ ശത്രു? യെസ്, 28-ാം വാക്യം, ഇത് ശത്രു ചെയ്തതാകുന്നു. പക്ഷേ എപ്പോഴാണ് ഇത് വിതയ്ക്കുന്നതെന്ന് അറിയാമോ? ശത്രു നോക്കിയേ, ഉറങ്ങുമ്പോൾ. എഫെസോസിലെ മൂപ്പന്മാരെ വിളിച്ചിട്ട് പൗലോസ് അവരോട് പറഞ്ഞു, ഉണർന്നിരിക്കാൻ പറഞ്ഞു. Spiritual alert. Whenever the church sleeps, there will start Satan's sowing also. സഭകളിൽ മൂപ്പന്മാർ ഉണർന്നിരിക്കാൻ പറഞ്ഞതിൻ്റെ കാരണം, അവരുറങ്ങുമ്പോൾ ശത്രു കള വിതയ്ക്കും. 2-ാമത്തെ ഉപമയിലും ശത്രുവിൻ്റെ തന്ത്രം. മൂന്നാമത്തെ ഉപമ 31-ഉം 32-ഉം വാക്യം. മറ്റൊരു ഉപമ അവൻ അവർക്ക് പറഞ്ഞു കൊടുത്തു, സ്വർഗരാജ്യം കടുകുമണിയോട് സദൃശം. അത് ഒരു മനുഷ്യനെടുത്ത് തൻ്റെ വയലിലിട്ടു. അത് എല്ലാ വിത്തിലും ചെറിയതെങ്കിലും വളർന്ന സസ്യങ്ങളിൽ ഏറ്റവും വലുതായി. ആകാശത്തിലെ പറവകൾ വന്ന് അതിൻ്റെ കൊമ്പുകളിൽ വസിപ്പാൻ തക്കവണ്ണം വൃക്ഷമായി തീരുന്നു. യെസ്, ഈ പറവയുടെ ജോലി മുമ്പേ എന്തുമായിരുന്നു? വിതച്ചത് എടുത്തുകൊണ്ട് പോവുക. ഇപ്പോൾ ഈ പറവ എവിടാ? കൊമ്പിൽ കയറി. കടുകുമണി ഒരു കൊച്ചു ചെടിയാണ്, കടുകുമണി. പക്ഷേങ്കിൽ അത് വളർന്ന് വൃക്ഷമായി. ഇറ്റ് ഈസ് ക്രിസൻഡം. ക്രിസ്തീയഗോളം വളർന്നുപോയി. ചെറിയ ആട്ടിൻകൂട്ടമേ, ഭയപ്പെടരുത്. ദൈവസഭ ചെറിയ ആട്ടിൻകൂട്ടമാണ്. ഇന്നും രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടം ചെറുതാണ്. ബ്രദറുകാരെന്നാ വലുതാകാത്തത്? എന്താ വലുതാകാത്തത്? ഇച്ചിരി കോംപ്രമൈസ് ചെയ്തേ അപ്പോൾ ഇതെല്ലാം വലുതാകും. ഇത് ചെറുതായിട്ടിരിക്കുന്നതിൻ്റെ കാരണം ചെറിയ ആട്ടിൻകൂട്ടം, രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടം. എന്നാൽ ഇവിടെ നോക്കണം, ക്രിസൻഡം എന്ന് പറഞ്ഞാൽ ഇതങ്ങ് വളർന്നു വലിയ വൃക്ഷമായി. ഇപ്പോൾ ഇത് കൊത്തിക്കൊണ്ടുപോയ പറവകൾ ഇപ്പം ഇതിൻ്റെ ശിഖരത്തിൽ തന്നെയാണ്, വേറെ എങ്ങുമല്ല. ഇപ്പം സഭയ്ക്കകത്ത് തന്നെയാണ് ക്രിസൻഡം, അവിടെ തന്നെയാണ്. അങ്ങനെ ഈ കൊരയും ശബ്ദലും ഒക്കെ വന്നു തുടങ്ങിയത്. ഇപ്പോൾ അവിടെ തന്നെ കൂട് വച്ചിരിക്കുക. കേട്ടോണം, ഇവിടെ നമ്മൾ 3 ഉപമയിലും കണ്ടു. 4-ാമത്തെ ഉപമ നോക്കാൻ പോവാം. 33-ഉം 34-ഉം വാക്യം. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്. അവൻ മറ്റൊരു ഉപമ അവരോട് പറഞ്ഞു, സ്വർഗരാജ്യം പുളിച്ച മാവിനോട് സദൃശം. യെസ്, അതൊരു സ്ത്രീ എടുത്ത് 3 പറ മാവിൽ എല്ലാം പുളിച്ചു വരുവോളം അടക്കി വെച്ചു. ഇതൊക്കെയും യേശു പുരുഷാരത്തോട് ഉപമകളായി പറഞ്ഞു. ഉപമ കൂടാതെ അവരോട് ഒന്നും പറഞ്ഞില്ല. 3 പറ മാവിൽ മുഴുവൻ പുളിച്ചു വരുവോളം ചേർത്തു. ആരാ ചേർത്ത്? ഒരു സ്ത്രീ. എന്തുവാ ഈ പുളിപ്പ്? 16-ാം അധ്യായം എടുത്ത്, 16-ാം അധ്യായം 6-ാം വാക്യവും 12-ാം വാക്യവും. 16-ാം അധ്യായത്തിന്റെ 6-ാം വാക്യവും 12-ാം വാക്യവും. എന്നാൽ യേശു അവരോട്, നോക്കുവിൻ, പരീശന്മാരുടെയും സദൂക്യരുടെയും പുളിച്ച മാവ് സൂക്ഷിച്ചു കൊള്ളുവിൻ എന്ന് പറഞ്ഞു. 12-ാം വാക്യം. അങ്ങനെ അപ്പത്തിന്റെ പുളിച്ച മാവല്ല, പരീശന്മാരുടെയും സദൂക്യരുടെയും ഉപദേശമത്രേ സൂക്ഷിച്ചു കൊള്ളുവാൻ അവൻ
അവൻ പറഞ്ഞു എന്ന് അവർ ഗ്രഹിച്ചു. ദുരുപദേശമാണ് പുളിച്ച മാവ്. ദുരുപദേശമാണ് പുളിച്ച മാവ്. ഈ മാവിലെ ഒരു സ്ത്രീ അല്പം പുളിമാവ് ചേർത്തു. 1901 ആത്മസ്നാനത്തിൻ്റെ ഏകവും പ്രത്യക്ഷമായ അടയാളം അന്യഭാഷ ഭാഷം. ഒരു സ്ത്രീ ഒരല്പം പുളിപ്പങ്ങോട്ട് ചേർത്തു. പൊളിച്ച് മുഴുവൻ പൊളിച്ചു. കർത്താവ് പറഞ്ഞു ഇത് മുഴുവൻ പൊളിക്കും. ക്രിസ്തന്റെ ചരിത്രം 4 ഉപമകളിലൂടെ കർത്താവ് പറയുമ്പോൾ ഇത് മുഴുവൻ പൊളിച്ചു വരണം. 3 പറ മാവിൽ, വീണ്ടും നിങ്ങൾ എടുത്തു നോക്കിയോ, 3 പറ മാവ് കർത്താവിനെയും അവൻ്റെ വചനത്തെയും വരച്ച് കാണിക്കുന്നു. ഒരു ഭാഗം ഞാനൊന്ന് ചൂണ്ടിക്കാണിക്കാം, വളരെ സന്തോഷം തോന്നി. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം, ഈ ഭാഗത്ത് തിരിച്ചു വരണം. ഉൽപ്പത്തി 18, 2-ാം വാക്യം, 6-ാം വാക്യം. അവൻ തലപൊക്കി നോക്കിയപ്പോൾ 3 പുരുഷന്മാർ തന്റെ നേരെ നിൽക്കുന്നത് കണ്ടു. അവരെ കണ്ടപ്പോൾ അവൻ കൂടാരവാതിക്കൽ നിന്ന് അവരെ എതിരേൽക്കാൻ ഓടിച്ചെന്ന് നിലം വരെ കുനിഞ്ഞു. 6-ാം വാക്യം. അബ്രഹാം ബന്ധപ്പെട്ട് കൂടാരത്തിൽ സാറായുടെ അടുക്കൽ ചെന്നു. നീ ക്ഷണത്തിൽ 3 ഇടങ്ങഴി മാവെടുത്ത് കുഴച്ച് അപ്പം ഉണ്ടാക്കുക എന്ന് പറഞ്ഞു. അബ്രഹാം 3 പുരുഷന്മാർക്ക് 3 ഇടങ്ങഴി മാവെടുത്ത് കുഴച്ചു. അവരത് ഭക്ഷിച്ചു. ഇനിയും 16-ാം വാക്യവും 22-ാം വാക്യവും ഒന്ന് വായിച്ചേ. 16-ാം വാക്യം, ഉൽപ്പത്തി 18-ന്റെ. ആ പുരുഷന്മാർ അവിടെ നിന്ന് പുറപ്പെട്ട് സോദോം വഴിക്ക് തിരിഞ്ഞു. ആ പുരുഷന്മാർ 3 പേര് സോദോമിലോട്ട് പോയി. 22-ാം വാക്യം. അങ്ങനെ ആ പുരുഷന്മാർ അവിടെ നിന്ന് തിരിഞ്ഞ് സോദോമിലേക്ക് പോയി. 19-ന്റെ 1. വൈകുന്നേരം സോദോമിലെത്തി. എത്ര പേരാ അങ്ങോട്ട് പോയത്? എത്ര പേരാ പോയത്? 3 പേർ പോയി. എത്ര പേര് ചെന്നു സോദോമിൽ? 2 പേർ. അതെന്തോ പറ്റി? ഒരാൾ എന്ത് ചെയ്യും? യേശുക്രിസ്തുവാണത്. 3 പേരിൽ അബ്രഹാമിന്റെ കൂടാരത്തിൽ അപ്പം കഴിപ്പാൻ ദൈവപുത്രന് സാധിച്ചുവെന്നാൽ, നീതിമാനാണെങ്കിലും ലോത്തിന്റെ കൂടാരത്തിൽ അവന് കൂട്ടായ്മ സാധ്യമല്ല. അവൻ മാറി 2 ദൂതന്മാർ അവിടെ കടന്നുപോയി. നോക്കുക, ദൈവപുത്രന് നീതിമാനായ ലോത്തിനെ വിടുവിക്കണം, പക്ഷേ അവനോട് കൂട്ടായ്മ സാധ്യമല്ല. 3 പറ മാവ് അവനെയും അവൻ്റെ ഉപദേശത്തെയും വരച്ചു കാണിക്കുന്നു. ലേവ്യ പുസ്തകം 14 വായിക്കേണ്ട 10-ാം വാക്യം. 8-ാം ദിവസത്തെ ശുശ്രൂഷ 3 പറ മാവ് എടുക്കണം. കുഷ്ഠരോഗിയുടെ ശുദ്ധീകരണം 3 പറ മാവ് എടുക്കണം. വചനത്തിൽ ഒന്നും അവിചാരിതമായി വന്നില്ല. നത്തിങ്. ഇരിക്കട്ടെ, 3 പറ മാവിൽ ഈ പുളിച്ച മാവ് ദുരുപദേശം അങ്ങോട്ട് ചേർത്തു. അല്പം ചെറിയ ദുരുപദേശമാണെന്ന് ചിന്തിച്ചു. ഇത് പൊളിച്ച് കർത്താവ് പറഞ്ഞു ഇത് മുഴുവൻ പൊളിക്കുവോളം. The whole Christendom is getting leavened. ക്രിസ്തണ്ടം മുഴുവൻ പൊളിക്കുന്നു. ഇത് കുറയത്തില്ല, ഈ പൊളിപ്പ് വർദ്ധിച്ചുകൊണ്ടിരിക്കത്തുള്ളൂ. അവസാനം വരുമ്പോൾ മർമ്മം മഹദിയാം ബാബിലോൺ, വേശ്യകളുടെ മാതാവ്. റെവലേഷൻ ചാപ്റ്റർ 17. അന്യഭാഷാ ഭാഷണം ആത്മസാനത്തിൻ്റെ ഏകവും പ്രത്യക്ഷമായ അടയാളമാണെന്ന് പറഞ്ഞു തുടങ്ങി. ഇന്ന് വിശുദ്ധ കൊര, വിശുദ്ധ ചിരി, വിശുദ്ധ ഛർദിൽ, വിശുദ്ധ വീഴ്ച എവിടെ നിന്ന് വന്നു? ഇത് നമ്മൾ ഓർത്തു. ഓൾമോസ്റ്റ് 600 മില്യൺ, 600 മില്യൺ ആളുകൾ ഇതിനകത്തായി കഴിഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ടവരെ, മത്തായി 24:11 കർത്താവ് പറഞ്ഞു അനേകർ വരും. മത്തായി 7 മത്തായി 7. ഇനി നമുക്ക് ഇച്ചിരൂടെ അതിൻ്റെ അടിസ്ഥാനം നമ്മൾ കണ്ടു. ഇച്ചിരൂടെ ആഴത്തിലോട്ട് ഇറങ്ങിയ ഒരു പഠനം നടത്താം. 7-ാം അധ്യായം, മാത്യു ചാപ്റ്റർ 7, ദ ടെർമിനൽ ജനറേഷൻ, 21 തൊട്ട് 23 വരെയുള്ള വാക്യം. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. കർത്താവേ കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവർത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും. അന്ന് ഞാൻ അവരോട്, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുവിനെന്ന് തീർത്തു പറയും. ആ വാക്യമുണ്ടോ? ഇത് പുനരുദ്ധാനം കഴിഞ്ഞിട്ട് സംഭവിക്കുന്നതല്ല. യേശുക്രിസ്തു മടങ്ങി വരുമ്പോൾ മത്തായി 25:31 വാക്യം,
സകല ജാതികളെയും അവൻ്റെ മുന്നിൽ കൂട്ടി ന്യായം വിധിക്കുന്ന ഒരു ദിവസമുണ്ട്. നമ്മൾ ഓർത്തു, ദാറ്റ് ഈസ് ത്രോൺ ഓഫ് ഗ്ലോറി. തേജസ്സിൻ്റെ സിംഹാസനത്തിന് മുന്നിൽ ഈ ടെർമിനൽ ജനറേഷൻ, ഈ ഉൽപ്രാവണം കഴിഞ്ഞ ശേഷം ശേഷിക്കുന്നവരെ കൂട്ടിവരുത്തുമ്പോൾ അനേകർ പറയും, നിന്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കി, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിച്ചു. കർത്താവ് പറയുന്നതിൻ്റെ, ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല. I have not known you even once. ഒരിക്കൽ പോലും അറിഞ്ഞിട്ടില്ല. പിന്നെ ഇതൊക്കെ എങ്ങനെ അവൻ്റെ നാമത്തിൽ കാണിച്ചത്? വളരെ പ്രാധാന്യത ഓർക്കണം. അവൻ്റെ നാമത്തിൽ കാണിക്കുന്നത് ക്രിസ്തീയ ഗോളത്തിലാണ്, ഹിന്ദുക്കളല്ല, മുസ്ലിങ്ങളല്ല. യേശു ക്രിസ്തുവിന്റെ നാമത്തിലാണ് ഇത് കാണിച്ചത്. അവർ ക്രിസ്ത്യാനികളാണ്. ആരാണിത്? ടെർമിനൽ ജനറേഷനിൽ കാണിക്കുന്ന തലമുറയാണിത്. ഇന്ന് ഇത് സംഭവിക്കും. അവരാണ് കർത്താവിൻ്റെ അടുക്കൽ വന്ന് ഇത് കാണിക്കുന്നത്. കർത്താവ് പറഞ്ഞപ്പോൾ ശ്രദ്ധിച്ചോ, കള്ളപ്രവാചകന്മാർ വന്ന് പലരെയും തെറ്റിക്കും. ആരാണ് ഈ കള്ളപ്രവാചകന്മാർ? പത്രോസിന്റെ ലേഖനം എന്നെടുക്കുക, വളരെ നിസ്സാരമായി. ആരാണ് ഈ കള്ളപ്രവാചകന്മാർ? പത്രോസിന്റെ ലേഖനം 2 പത്രോസ് 2-ാം അധ്യായത്തിൻ്റെ 1, 2, 3 വാക്യം നോക്കി. ജനത്തിനുള്ളിൽ ഉണ്ടായിരുന്നു. കള്ളപ്രവാചകന്മാർ ജനത്തിനുള്ളിലുണ്ടായിരുന്നു. അവരാരാന്ന് താഴെ പറയുന്നു. അങ്ങനെ നിങ്ങളുടെ ഇടയിലും ദുരുപദേഷ്ടക്കന്മാരുണ്ടാകും. അങ്ങനെ നിങ്ങളുടെ ഇടയിൽ ദുരുപദേഷ്ടക്കന്മാരുണ്ടാകും. ഈ കള്ളപ്രവാചകൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഫോൾസ് ടീച്ചേഴ്സ്. അടുത്തത് വായിച്ചു ബ്രദറെ, 3 വരെ. മതഭേദങ്ങളെ നിഴലിച്ച് തങ്ങളെ വിലയ്ക്ക് വാങ്ങിയ നാഥനെ തള്ളി പറഞ്ഞു. തങ്ങൾക്ക് തന്നെ ശീഘ്രനാശം വരുത്തും. അവരുടെ ദുഷ്കാമ പ്രവർത്തികളെ പലരും അനുകരിക്കും. അവർ നിമിത്തം സത്യമാർഗം ദുഷിക്കപ്പെടും. അവർ ദ്രവ്യാഗ്രഹത്തിൽ കൗശലവാക്ക് പറഞ്ഞ് നിങ്ങളെ വാണിഭം ആക്കും. പലരും അനുകരിക്കും. Many will follow. മത്തായി 24 കർത്താവ് പറഞ്ഞു, many will be deceived. ആ വാക്ക് വീണ്ടും കൂടി ഉപയോഗിക്കുന്നു, many shall follow. ഇവരുടെ ഉദ്ദേശം എന്നാ? ദ്രവ്യാഗ്രഹത്തിൽ കൗശലവാക്ക് പറഞ്ഞ് നിങ്ങളെ വാണിഭം, ബിസിനസ്. ലോകം കണ്ടത് വെച്ച് ഏറ്റവും വലിയ ബിസിനസ്സാണ് ഇപ്പോൾ ഇത്. Charismaticism is one of the biggest business the world has ever seen. കടം വീട്ടും, ശാപം മാറ്റും, ഇതെല്ലാം പറഞ്ഞ് ഇതിൻ്റെ ലീഡേഴ്സ് മുഴുവൻ കോടികൾ 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 കൊയ്തെടുക്കുകയാണ്. ലോകവ്യാപകമായി പാവപ്പെട്ട ദൈവജനത്തെ ദശാംശവും അവരുടെ പണവും പിഴിഞ്ഞെടുത്ത് ഭയപ്പെടുത്തി ഏറ്റവും വലിയ വാണിഭമാക്കി തീർത്തിരിക്കുകയാണ്. ഇറ്റ് ഈസ് എ ബിഗ് ബിസിനസ്. വചനത്തിൽ പറയുന്നു, ഇത് ദ്രവ്യാഗ്രഹത്തിൽ കണ്ണുവെച്ചുള്ള ബിസിനസ്സാണ്. ഒരുപാട് അനുഭവങ്ങൾ പറയാനുണ്ട്, അതിലേക്ക് പോകാനായിട്ട് നമുക്ക് സമയമില്ല. ഞാൻ ചോദിച്ചോട്ടെ, ഈ കള്ളപ്രവാചകന്മാർ പലരും തെറ്റിദ്ധരിക്കുന്നു, ഭാവിയെക്കുറിച്ച് പറയുന്നവരാണ് പ്രവാചകന്മാരെന്നൊരു ധാരണയുണ്ട്. അല്ലെന്നുള്ളത് ആദ്യം ഞാൻ പറഞ്ഞോട്ടെ. പുതിയ നിയമ സഭ പണിയപ്പെട്ടത് അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേലാണ്. പഴയ നിയമ പ്രവാചകന്മാരുടെ തുടർച്ചയല്ല. പഴയ നിയമ പ്രവാചകന്മാരുടെ തുടർച്ചയായിരുന്നെങ്കിൽ പ്രവാചകന്മാരും അപ്പോസ്തലന്മാരുടെയും അടിസ്ഥാനത്തിന്മേൽ സഭയെ പണിതെന്ന് വന്നേനെ. അപ്പോസ്തലന്മാരുടെ കൂടെ നിൽക്കുന്നു പ്രവാചകന്മാർ. എന്തിനായി പ്രവാചകന്മാരെ എഴുന്നേൽപ്പിച്ചത്? 1-ാം നൂറ്റാണ്ടിൽ തന്നെ അറിയപ്പെട്ട സ്ഥലങ്ങളിൽ സ്ഥലസഭകൾ സ്ഥാപിക്കപ്പെട്ടു. ആ സ്ഥലസഭകളിൽ എഴുതപ്പെട്ട ദൈവവചനമില്ല. അന്ന് അപ്പോസ്തലന്മാർ 12 പേർ എവിടെല്ലാം പോയി പ്രസംഗിക്കും. ദൈവം വചനം അറിയിക്കാൻ മറ്റൊരു കൂട്ടരെ എഴുന്നേൽപ്പിച്ചു. അവരുടെ പേരാണ് പ്രവാചകന്മാർ. അവരെന്താ ജനത്തോട് ചെയ്തത്? 2 വാക്യം. അപ്പോസ്തലപ്രവൃത്തി 15:32 പ്രവാചകന്മാരെന്താ ചെയ്തതെന്ന് നോക്കി. ഇന്നത്തെ പോലെ വന്നിരുന്ന് കണ്ണുമടച്ച് വീട്ടിനകത്ത് കൂടോത്രമുണ്ട്, ഈ കുഞ്ഞു മരിക്കാൻ പോവുക, മറ്റേത് ചെയ്യാൻ പോവാന്ന് പറയുന്നതാണോ എന്നുള്ളത് നോക്കിയാട്ടെ ഈ പ്രവാചകന്മാർ പുതിയ നിയമത്തിൽ ചെയ്തത്. അപ്പോസ്തലപ്രവൃത്തി 15:32. യൂദയും ശീലാസും പ്രവാചകന്മാരാകൊണ്ട് പല വചനങ്ങളാലും സഹോദരന്മാരെ പ്രബോധിപ്പിച്ച് ഉറപ്പിച്ചു. പല വചനങ്ങളാൽ ജനത്തെ പ്രബോധിപ്പിച്ച് ഉറപ്പിച്ചു. എഴുതപ്പെട്ട ദൈവവചനമില്ലായിരുന്നു. അതുകൊണ്ട് ജനത്തോട് സംസാരിപ്പാൻ പ്രവാചകന്മാരെ ദൈവം എഴുന്നേൽപ്പിച്ചു. 1 കൊരിന്ത്യർ 14:3. 1 കൊരിന്ത്യർ 14:3. ആത്മീയവർദ്ധനയ്ക്കും പ്രബോധനത്തിനും ആശ്വാസത്തിനുമായി മനുഷ്യരോട് സംസാരിക്കുന്നു. പ്രവചിക്കുന്നവൻ ആത്മീക വർധനയ്ക്കും
പ്രബോധനത്തിനും ആശ്വാസത്തിനുമായി ജനത്തോട് സംസാരിക്കുന്നു. പ്രോഫിമി എന്ന വാക്കിൽ നിന്നാണ് പ്രൊഫറ്റ് എന്ന വാക്ക് വന്നത്. പ്രോ എന്ന് പറഞ്ഞാൽ ബിഫോർ ഓർ ഫോർ, ഫിമി ടു സ്പീക്ക് ഫോർ ഓർ ടു സ്പീക്ക് ബിഫോർ. One who speaks for God is a prophet. One who speaks forth for God is a prophet. തെളിവെടുക്കാം. പുറപ്പാട് ദിവസം 4-ാം അധ്യായം എടുത്താട്ടെ, തെളിവെടുക്കാം. മോശയോട് പറഞ്ഞു, എൻ്റെ ജനത്തെ വിടുവിക്കാൻ പറഞ്ഞു. മോശ പറഞ്ഞു, ഞാൻ വിക്കന, എനിക്ക് നിവൃത്തിയില്ല. പുറപ്പാട് 4:16. ദൈവം കോപിച്ചിട്ട് പറഞ്ഞു, നിന്റെ സഹോദരൻ വരുന്നു, അവൻ നിനക്ക് വേണ്ടി സംസാരിക്കും. അവൻ ജനത്തോട് സംസാരിക്കും, അവൻ നിനക്ക് വായായിരിക്കും, നീ അവന് ദൈവവും ആയിരിക്കും. യെസ്, 7-ാം അധ്യായത്തിൻ്റെ 1 അതോട് ചേർത്ത് 7-ന്റെ 1 വായിച്ചു. അരുളി ചെയ്തത് നോക്കൂ, ഞാൻ നിന്നെ ഫറവോന് ദൈവമാകിയിരിക്കുന്നു, നിന്റെ സഹോദരന്മാർ അഹരോൻ നിനക്ക് പ്രവാചകനായിരിക്കും. നിന്റെ സഹോദരൻ അഹരോൻ നിനക്ക് പ്രവാചകനായിരിക്കും. ഹി വിൽ ബി സ്പീക്കിംഗ് ഫോർ യു. അതോ മോശയുടെ മുന്നേ പോയി അഹരോൻ പ്രവചിക്കുകയാണോ? അല്ലേ, വിക്കനായ മോശയ്ക്ക് വേണ്ടി ജനത്തോട് സംസാരിച്ചത് അഹരോനാണ്. നിനക്ക് വേണ്ടി അവൻ സംസാരിക്കും, അവൻ നിന്റെ പ്രവാചകനായിരിക്കും. A prophet is one who speaks for God. Someone has told he is the loudspeaker of God. ദൈവത്തിൻ്റെ ലൗഡ് സ്പീക്കറാണ്. അതുകൊണ്ടാണ് റോമാലേഖനത്തിൽ 12 വായിക്കുന്നത്, പ്രവചിക്കുന്നവൻ വിശ്വാസത്തിനൊത്തവണ്ണം. തമിഴ് ബൈബിളിൽ വായിച്ചാൽ വിശ്വാസ പ്രമാണത്തിനൊത്തവണ്ണം. ഇന്ന് പ്രവാചകന്മാർ വന്ന് ജനത്തെ തെറ്റിക്കുന്നു, ദുരുപദേഷ്ടകന്മാർ. മനുഷ്യൻ വഞ്ചിക്കപ്പെടുന്നു. എന്തുകൊണ്ട് വഞ്ചിക്കപ്പെടുന്നു? അവർക്ക് സത്യം അറിയുവാൻ മനസ്സില്ല. വചനം അറിയായികയാൽ അവരെ തെറ്റിച്ചു. എൻ്റെ സഹോദരന്മാരെ, സാത്താൻ താനും വെളിച്ച ദൂതൻ്റെ വേഷത്തിൽ വരികയാണ്. 2 കൊരിന്ത്യർ 11:3 സാത്താൻ ഹവ്വയെ ഉപായത്തിൽ ചതിച്ച പോലെ 14-15 അവൻ വെളിച്ച ദൂതൻ്റെ വേഷമെടുക്കും. കൊമ്പും വാലും വെച്ച് വരികയല്ല, ദൈവത്തിൻ്റെ ശുശ്രൂഷകനായിട്ട് അടുത്തു വരും. വെളിച്ചദൂതന്റെ വേഷം ജനത്തെ തെറ്റിക്കും. ദൈവദാസന്മാരാണെന്ന് വരും, എന്നിട്ട് മനുഷ്യനെ തെറ്റിക്കും. നമ്മൾ ഓർക്കണം, ഇപ്പോഴും സൗരന്മാരാരാണ്ട് എന്നോട് വന്ന് ചോദിച്ചു, ഈ പൈശാചികന്റെ കൂട്ടത്തിൽ വിവിധമായ പൈശാചിക കൂട്ടങ്ങളുണ്ട്. സം evil spirits come and incite people to do wise things. വളരെ മോശമായത് പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കും, ദുഷ്ടത പ്രവർത്തിക്കാൻ, ഇമ്മോറാലിറ്റി പ്രവർത്തിപ്പാൻ, കൊലപാതകം ചെയ്യാൻ ദുഷ്ടൻ പ്രവർത്തിക്കും. അതേസമയം തന്നെ ആത്മീയ ഗോളത്തിൽ പ്രവർത്തിക്കുന്ന ദുരാത്മാക്കളുണ്ട്. കർത്താവിനോട് പറഞ്ഞു, യഹൂദന്മാർ പറഞ്ഞു, നിനക്കൊരു ഭൂതമുണ്ട്, നിനക്കൊരു ഭൂതമുണ്ട്. യേശുക്രിസ്തുവിൻ്റെ ഇമ്മോറാലിറ്റിയിൽ ഈ അണിവരൽ അനക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. They were speaking about the religious matters. You have a spirit. മർക്കോസിന്റെ സുവിശേഷം 9:29 ഇംഗ്ലീഷിൽ വായിച്ചാൽ അത് മനസ്സിലാകും. മാത്യു ചാപ്റ്റർ 9 വേഴ്സസ് 9:29. യെസ്, അവൻ പറഞ്ഞു. ഈ ജാതി ഇംഗ്ലീഷിൽ എങ്ങനെയാ വായിക്കുന്നത്? Then touched he their eyes, saying, according to your faith be unto 29 വാക്യം, 9:29 മർക്കോസ്. This kind, look at that verse, underline that verse. This kind, എല്ലാ ഭൂതങ്ങളും അല്ല, കർത്താവ് എല്ലാ ഭൂതങ്ങളെ കുറിച്ചല്ല പറഞ്ഞത്. This kind, it is a different kind of spirit. ആ സ്പിരിറ്റിന്റെ ജോലി എന്നാന്നറിയാമോ? ആ സ്പിരിറ്റിന്റെ ജോലി എന്നാന്നറിയാമോ? 18 വാക്യം തെള്ളിയിടും, 20 വാക്യം നിലത്തിടും, 25 വാക്യം അശുദ്ധാത്മാവ്. നിലത്ത് തെള്ളിയിടുന്ന അശുദ്ധാത്മാവാണ് ദിസ് കൈൻഡ്. There is a kind of spirit that is working in Christendom, deceiving people like an angel of light.
ഹോ, കണ്ടോ, കളി കണ്ടോ? ദൈവദൂതന്മാരുടെ വേഷത്തിൽ വരും, വിശുദ്ധ ദൂതന്മാരുടെ വേഷത്തിൽ വരും. മനുഷ്യനെ തള്ളിയിടും നിലത്ത്. ഈ വിധത്തിലുള്ള ആത്മാക്കൾ മാറിപ്പോകണമെങ്കിൽ ഉപസിച്ച് പ്രാർത്ഥിക്കണം. ഇറ്റ് ഈസ് എ സ്പിരിറ്റ് ഓഫ് ഡിസെപ്ഷൻ. കണ്ടോ, കൈ ഇങ്ങനെ എടുത്താൽ മതി, പടപടാന്നങ്ങ് വീഴുകയാണ്. കേട്ടോ, ടി വി അങ്ങോട്ട് ഓൺ ചെയ്താൽ മതി, എല്ലാം വീഴുകയാണ്. ദൈവത്തിൽ നിന്നാണോ ഇത്? ആണോ? വേദപുസ്തകത്തിൽ എന്തെങ്കിലും പറയുന്നുണ്ടോ? യെശയ്യാവ് 28 എടുത്തേ സഹോദരന്മാരെ, യെശയ്യാപ്രവചനം 28 എടുത്തേ. ബൈബിളിൽ എന്തെങ്കിലും ഇതിനെക്കുറിച്ച് പറയുന്നുണ്ടോ എന്ന് നോക്കിയേ നിങ്ങൾ. യെശയ്യാപ്രവചനം 28-ാം അധ്യായം. ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ടു പരിശുദ്ധാത്മാവിനെ കുറിച്ച് പഠിക്കാൻ. സത്യം തന്നെ ഇരുന്ന് പഠിക്കുമ്പോൾ ഒരുപാട് അധ്വാനിച്ചു. ചില സത്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ ഞാൻ എൻ്റെ വൈഫിനോട് ഷെയർ ചെയ്യുമായിരുന്നു. അപ്പോൾ ഒരു ദിവസം എൻ്റെ വൈഫ് ചോദിച്ചു, ദൈവം എന്തിനാണ് ഇങ്ങനെയൊക്കെ എഴുതി വെച്ചേ? പുള്ളിക്കാരത്തി പറഞ്ഞത് ഇങ്ങനെയാണ്. പുള്ളിക്കാരത്തി ഒരു പെന്തിക്കോസ് പശ്ചാത്തലം ഉണ്ടല്ലോ. 10 കൽപ്പന പോലെ ദൈവം ഇങ്ങനെ എഴുതി തന്നിരുന്നെങ്കിൽ പ്രശ്നമൊന്നുമില്ലായിരുന്നല്ലോ, ഇതങ്ങ് പഠിക്കാൻ എളുപ്പമല്ലായിരുന്നോ എന്നോട് ചോദിച്ചു. പിന്നെ ഈ കിടന്ന് ഈ സംശയത്തിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ, ഇതുണ്ടെന്നും ഇല്ലെന്നും ഒക്കെ അങ്ങ് എഴുതി തന്നാൽ മതിയായിരുന്നു. ദൈവം അങ്ങനെ തരത്തില്ല. ഇവിടെയും അവിടെയും അല്പം തരും. എന്തിനാ അങ്ങനെ തന്നേക്കുന്നതെന്ന് പറയാൻ പോവാ. അപ്പോൾ മനസ്സിലാകും എന്തിനാ ഇവർ പുറകോട്ട് വീഴുന്നതെന്ന്. 28-ാം അധ്യായത്തിൻ്റെ 10 തൊട്ടുള്ള വാക്യം. ചട്ടത്തിന്മേൽ ചട്ടം, ചട്ടത്തിന്മേൽ ചട്ടം, സൂത്രത്തിന്മേൽ സൂത്രം, സൂത്രത്തിന്മേൽ സൂത്രം, ഇവിടെ അല്പം അവിടെ അല്പം എന്ന് അവർ പറയുന്നു. ഇവിടെ അല്പം അവിടെ അല്പം, ഹിയർ എ ലിറ്റിൽ ദെയർ എ ലിറ്റിൽ. പരിശുദ്ധാത്മാവിനെ കുറിച്ച് പഠിക്കണമെങ്കിൽ ഇവിടെ നിന്നും അവിടെ നിന്നൊക്കെ അല്പം എടുക്കണം. ഇവിടെ അവിടെയും കിടക്കുക ഏത് ഡോക്ടറിനും. എന്തിനാ ദൈവം അങ്ങനെ വെച്ചത്? 12-ാം വാക്യം വായിച്ചേ. ഇതാകുന്നു സ്വസ്ഥത, ക്ഷീണിച്ചിരിക്കുന്നവന് സ്വസ്ഥത കൊടുപ്പിൻ, ഇതാകുന്നു വിശ്രമം എന്ന് അവൻ അവരോട് അരുളി ചെയ്തുവെങ്കിലും കേൾപ്പാൻ അവർക്ക് മനസ്സിലായിരുന്നു. എങ്കിലും കേൾപ്പാൻ അവർക്ക് മനസ്സില്ല. അടുത്തത്, ആകയാൽ അവർ ചെന്ന് പിറകോട്ട് വീണ് തകർന്ന് കുടുക്കിൽ അകപ്പെട്ട് പിടിപെടേണ്ടതിന് വായിച്ചോ. യഹോവയുടെ വചനം അവർക്ക് ചട്ടത്തിന്മേൽ ചട്ടം, ചട്ടത്തിന്മേൽ ചട്ടം, സൂത്രത്തിന്മേൽ സൂത്രം, സൂത്രത്തിന്മേൽ സൂത്രം. സഹോദരന്മാരെ, ന്യായവിധിയാണ് പുറകോട്ട് വീഴുന്നത്. അവിടെ വായിച്ചേ. ഇവിടെ വായിക്കുന്നു, ആകയാൽ അവർ ചെന്ന് പുറകോട്ട് വീണ് കുടുക്കിൽ അകപ്പെട്ട് പിടിപെടേണ്ടതിന്. ഇറ്റ് ഈസ് എ ജഡ്ജ്മെന്റ് ഫ്രം ഗോഡ്. ദൈവത്തെ ആരാധിച്ചവൻ പുറകോട്ട് വീണാണോ ആരാധിക്കുന്നത്, മുന്നോട്ട് വീണാണോ ആരാധിക്കുന്നത്? ഉൽപ്പത്തി തുടങ്ങി നോക്കിയാൽ കവിണ് വീണ് ആരാധിച്ചു. ഇവരെല്ലാം കൂടെ അല്ല ഈ പരന്ന് വീഴുന്നേ. ന്യായവിധിയാണെന്ന് വേദവസ്വം പറയുന്നു. ഇറ്റ് ഈസ് ജഡ്ജ്മെന്റ്. ഇറ്റ് ഈസ് ജഡ്ജ്മെന്റ്. പരിശുദ്ധാത്മാവിൽ അല്ലെന്ന് 100% ഞാൻ പറയുന്നു. അങ്ങനെ പറയാൻ, തീർത്തു പറയാൻ എന്താ കാരണം? ഗലാത്യലേഖനം 5-ാം അധ്യായത്തിൻ്റെ 22 തൊട്ട് 23 വരെയുള്ള വാക്യം. ആത്മഫലത്തെക്കുറിച്ച് പറയുമ്പോൾ 9 ആത്മഫലം പറയുന്നു. 9ാമത്തെ ആത്മഫലം ഇന്ദ്രിയ ജയം, ഇംഗ്ലീഷിൽ സെൽഫ് കൺട്രോൾ. സെൽഫ് കൺട്രോൾ. സെൽഫ് കൺട്രോൾ ഉള്ളവൻ ദൈവത്തെ ആരാധിക്കാൻ മയങ്ങി പുറകോട്ട് വീഴുകയാണോ? പരിശുദ്ധാത്മാവിൽ ഉള്ളവന് സെൽഫ് കൺട്രോൾ. 9th fruit of the spirit is ഇന്ദ്രിയ ജയം, സെൽഫ് കൺട്രോൾ. ഇന്ദ്രിയ ജയം ഇല്ലാത്തവനാണ് പുറകോട്ട് വീഴുന്നത്. കേരളത്തിലെ എറണാകുളത്തൊരു വലിയ സഭ, കോട്ടയത്തുനിന്ന് വരെ ബസ്സിലാണ് ആൾ വരുന്നത്. നമ്മുടെ ഇടയിലെ ചില പിള്ളേരോടെ പോകുന്നു എന്ന് കേട്ടു. ഞാനൊരു സഹോദരനെ വിളിച്ചുകൊണ്ട് പോയി, നമുക്കൊന്ന് പോയി നോക്കാം. ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയി. ആ സഭാ ഹാളിൻ്റെ പുറകിൽ ഞങ്ങൾ പോയിരുന്നു. ഇരിക്കാൻ കസറയൊന്നുമില്ല, പുറകിലുണ്ട്. അവിടെ പോയിരുന്നു. ഞങ്ങൾ എഴുന്നേറ്റ് നിന്ന് വലിയ ഹൈഫൈ സിസ്റ്റം പാട്ടാണ്. സ്ത്രീകളും പുരുഷന്മാരും എഴുന്നേറ്റ് നിന്ന് ആടിപ്പാടി 1 മണിക്കൂർ എൻ്റർടൈൻമെൻറ്റ്. ഞങ്ങൾ പുറകിലിരിക്കുക, എന്താ സംഭവിക്കുന്നതെന്ന് കാണാൻ. 1 മണിക്കൂർ ഏതാണ്ട് കഴിഞ്ഞപ്പോൾ പാസ്റ്റർ ഇങ്ങോട്ട് വന്നു. അദ്ദേഹത്തിൻ്റെ എളിക്കൊരു മൈക്കുണ്ട്, കയ്യിലൊരു മൈക്കുണ്ട്. 2 വാക്ക് പറഞ്ഞു. ഞാൻ നോക്കിയപ്പോൾ മയങ്ങി മയങ്ങി മലന്ന് വീഴുന്നു. സ്ത്രീകളൊക്കെ മയങ്ങി വീഴുന്നു. ഞാൻ സൂക്ഷിച്ചു നോക്കി, തുണിയൊക്കെ മാറിക്കിടക്കുക. പിന്നെ അവർ വന്ന് പിടിച്ചിടുകയാണ്. ഈ വീഴുന്നവർ തലയടിക്കാതിരിക്കാൻ കസറയില്ല, പിടിച്ച് കിടത്തുകയാണ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ കയറുന്നവൻ നഗ്നത വെളിപ്പെടുത്തരുതെന്ന് പറഞ്ഞു. കൈപ്പടകൾ പോലും ചവിട്ടി യാഗപീഠത്തിൽ കയറുവാൻ ദൈവം അനുവദിച്ചില്ല.
ആ സ്ഥലത്തിലാണോ സ്ത്രീകൾ തുണി മാറി മലന്ന് വീഴുന്നത്? ന്യായവിധി. ഇറ്റ് ഈസ് നോട്ട് ഫ്രം ഗോഡ്. 100%, 101%. ഇറ്റ് ഈസ് ദ ഡിസീവിങ് സ്പിരിറ്റ്സ്. നിങ്ങളെ ആത്മാക്കളെ ശോധന ചെയ്യാൻ പറഞ്ഞു, വെദർ ഇറ്റ് ഈസ് ഫ്രം ഗോഡ് ഓർ നോട്ട്. 600 million people are behind this, Christians. ഇത് മുഴുവൻ പൊളിച്ചു വരും. അവിടെ കൊണ്ട് തീർന്നില്ല പിതാവ് സഹോദരന്മാരെ, അവിടെ കൊണ്ട് തീർന്നില്ലേ? എടുത്താട്ടെ, പരിശുദ്ധാത്മാവ്. അതാണ് യോഹന്നാന്റെ സുവിശേഷം എടുക്കാം, 15-16 വാക്യം. 15 ഇവരുടെ കൂടിവരകളിൽ നടക്കുന്ന ഒരു പ്രഭാഷണം, അല്ലെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം. 15 അധ്യായത്തിന്റെ 26 വാക്യം, 15-26. ഞാൻ പിതാവിന്റെ അടുക്കൽ നിന്ന് നിങ്ങൾക്ക് അയക്കുവാനുള്ള കാര്യസ്ഥനായി പിതാവിന്റെ അടുക്കൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെക്കുറിച്ച് സാക്ഷ്യം പറയും. He will testify of me. 16-14. അവൻ എനിക്കുള്ളതിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരുന്നതുകൊണ്ട് എന്നെ മഹത്വപ്പെടുത്തും. He will glorify me. 16-13. സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. അവൻ സ്വയമായി സംസാരിക്കത്തില്ല. പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യുമെന്ന് യേശുക്രിസ്തു പറഞ്ഞു. പരിശുദ്ധാത്മാവ് വരുമ്പോൾ എന്നെ മഹത്വപ്പെടുത്തും. പരിശുദ്ധാത്മാവ് വരുമ്പോൾ എന്നെക്കുറിച്ച് സാക്ഷ്യം പറയും. പരിശുദ്ധാത്മാവ് വരുമ്പോൾ അവനെക്കുറിച്ച് സാക്ഷ്യം പറയാതെ എനിക്കുള്ളതിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് തരും. നമ്മുടെ കുടിവരകളിൽ ആത്മാവിന് വേണ്ടിയുള്ള ദാഹമാണോ, യേശുക്രിസ്തുവിനെ ഉയർത്തുന്നതാണോ നമ്മൾ? ശ്രദ്ധിച്ചേ, നമ്മുടെ കുടിവരകളിൽ, ബ്രദറൻ കുടിവരകളിൽ യേശുക്രിസ്തുവാണോ ഉയർത്തപ്പെടുന്നത്, ആത്മാവിനെയാണോ ഉയർത്തുന്നത്? യേശുക്രിസ്തുവിനെയാണ്. എന്താ കാരണം? We have the true spirit. We have the true spirit. യഥാർത്ഥ ആത്മാവുണ്ടെങ്കിൽ യേശുക്രിസ്തു ഉയർത്തപ്പെടും. യേശുക്രിസ്തുവിനെ മഹത്വപ്പെടുത്തും. യേശുക്രിസ്തുവുള്ളത് എടുത്തു തരും. അവനെക്കുറിച്ച് പറയത്തില്ല. ഇവരുടെ കൂടിവരവുകളിൽ ചെന്നാൽ അവരുടെ ആകെ ആഗ്രഹം ആത്മാവേ, ആത്മാവേ തീ കത്തിക്കുക, എനിക്ക് ആത്മാവിനെ തരിക, ആത്മാവിന് വേണ്ടിയുള്ള വാഞ്ചയാണ്. ഇറ്റ് ഈസ് നോട്ട് ദ സ്പിരിറ്റ് ദാറ്റ് ദ ഹോൾ ന്യൂ ടെസ്റ്റ്മെന്റ് ഈസ് സ്പീക്കിംഗ്. പുതിയ നിയമം പറയുന്ന ആത്മാവല്ല. ഇറ്റ് ഈസ് എ ഡിഫറെന്റ് സ്പിരിറ്റ്. ഇത് വേറെ ഒരു ആത്മാവാണ്. പുതിയ നിയമത്തിൽ പറയുന്ന ആത്മാവല്ല, ഇത് വേറെ ഒരു ആത്മാവാണ്. എൻ്റെ സഹോദരന്മാരെ, ഇന്ന് ക്രിസ്ത്യൻഡത്തിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ വഞ്ചന, ഇറ്റ് ഈസ് എ മോഡേൺ കരിസ്മറ്റിക് മൂവ്മെന്റ്. നമ്മുടെ കുഞ്ഞുങ്ങളും ഇതിനകത്ത് അകപ്പെട്ടവരുണ്ട്. നമ്മുടെ സഹോദരന്മാർ സംശയിക്കുന്നവരുണ്ട്. ഇതൊക്കെ സത്യമല്ലേ? അവരൊക്കെ നല്ല മനുഷ്യരല്ലേ? അവരൊക്കെ ഇങ്ങനങ്ങ് പോകുമോ, ഇങ്ങനങ്ങ് തെറ്റിപ്പോകുമോ? സംശയങ്ങൾ പലരുടെയും. ഒരു പറയുന്നില്ല, നമ്മുടെ ഇടയിൽ പ്രസിദ്ധനായ ഒരു മനുഷ്യൻ, ഒരു പ്രാവശ്യം ഞാൻ ഒരിടത്ത് പഠിപ്പിക്കാൻ ചെല്ലുമ്പോൾ എന്നോട് പറഞ്ഞു, നമ്മുടെ പിതാക്കന്മാർ ഒരു ചോടൂടെ വെക്കേണ്ടതായിരുന്നു, തെറ്റിപ്പോയി. കുറച്ച് കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ ഇപ്പം പുള്ളിയും തെറ്റി, കുടുംബവും തെറ്റി, തെറ്റി. കൊല്ലത്താ, ഞാൻ പറയത്തില്ല പേര്. ഇപ്പം കിടക്കുകയാണ്, ഇപ്പോൾ എവിടെയൊക്കെ പോയി കിടക്കുക, തെറ്റി. കേട്ടോ? ഏറ്റവും സംശയമുള്ളൊരു ഭാഗം കൂടെ എനിക്ക് തന്ന സമയത്തിനുള്ളിൽ ഞാൻ നിർത്താം. കേട്ടോ? മർക്കോസിൻ്റെ സുവിശേഷം നിർത്തി. ഇതാണ് ആകപ്പാടെ സംശയമുള്ളത്. 16 അധ്യായം 17 വാക്യം. എനിക്ക് തന്ന സമയത്തിനുള്ളിൽ നിർത്താം. 16. നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും, പൊതുഭാഷകളിൽ സംസാരിക്കും. യെസ്, അടുത്ത് വായിച്ചു. സർപ്പങ്ങളെ പിടിച്ചെടുക്കും, മരണകരമായ യാതൊന്ന് കുടിച്ചാലും അവർക്ക് ഹാനി വരികയില്ല. രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും എന്ന് പറഞ്ഞു. ഒരുപാട് നാൾ ഞാനും പ്രശ്നത്തിലായിരുന്നു. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളം നടക്കും. ഇപ്പം ഞാനൊരു വിശ്വാസി അല്ലേ? എന്താ നടക്കാത്തത്? ഇവിടെ പറഞ്ഞ 5 കൂട്ടം കാര്യം. ആദ്യം ഡിസെപ്ഷൻ മനസ്സിലാക്കണം. ഈ 5 കൂട്ടം കാര്യത്തിൽ 2 എണ്ണം പെറുക്കിയെടുത്തു. അന്യഭാഷയും പറയും, രോഗസൗഖ്യവും പറയും. ബാക്കിയെല്ലാം വിട്ടു. സർപ്പങ്ങളെ പിടിച്ചെടുക്കുന്നതും മരണകരമായത് കുടിക്കുന്നതുമൊക്കെ വിട്ടുകളഞ്ഞു. അമേരിക്കയിൽ ഒരു സ്ഥലസഭയിൽ, ആ പേര് ഞാൻ കുറിച്ച് വെച്ചിട്ടുണ്ട്, ഇത് വിശ്വസിച്ച ഒരു പാസ്റ്റർ സഭയോട് അനൗൺസ് ചെയ്തു വിഷം കുടിക്കാൻ പോവുകയാണ്. നടന്ന സംഭവം ടെക്സാസ്. സഭ കൂടി, തമ്പാറടി തുടങ്ങി, എല്ലാം തുടങ്ങി.
ആളുകളുടെ മുന്നിൽ വെച്ച് പാസ്റ്റർ വിഷം കുടിച്ചു, പിടിച്ചു നിന്നു. സന്ധ്യയായപ്പം പുള്ളി മരിച്ചു. പുള്ളിയെ ശവമടക്കിയപ്പോൾ മർക്കോസ് 16 യേശു പുതിയ നിയമം തുറന്ന് വയറ്റിൽ വെച്ചാൽ പുള്ളിയെ ശവമടക്കിയത്. എന്താ അദ്ദേഹം മരിച്ചുപോയേ? ടി വിയിൽ കണ്ടിട്ടുണ്ട് ഞാൻ. പാമ്പിനെ കൊണ്ടുവന്ന് ഇടയ്ക്ക് വിടുക. ഇപ്പം ചിലയിടത്ത് പിടിക്കാൻ അമേരിക്കയിൽ വിഷമുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, പാമ്പിനെ പിടിക്കുന്നു സഭയിൽ. ഇവിടെ കണ്ടോ, ഈ 5 കൂട്ടം കാര്യത്തിൽ 2 എണ്ണം എടുത്തിട്ട് ബാക്കി വിട്ട് കളഞ്ഞു. എന്നാൽ ഇവിടെ പറഞ്ഞില്ലേ വിശ്വസിക്കുന്നവരാൽ ഇത് നടക്കുമെന്ന്. നിങ്ങളുടെ കയ്യിൽ ന്യൂ കിങ്സ് ജെയിംസ് വേർഷൻ ബൈബിളുണ്ടോ? NKJV, ഞാനതാ ഉപയോഗിക്കുന്നത്. എൻ്റെ ബൈബിളുണ്ട്. NKJV ബൈബിളിൻ്റെ അതിൻ്റെ ഒറിജിനൽ ലാംഗ്വേജിൻ്റെ വിവർത്തനം അതിൻ്റെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ വായിച്ചാൽ എങ്ങനെയാണെന്നറിയാമോ? ഞാൻ വായിക്കാം. These signs shall follow by those who have believed, not by those who are going to believe. വിശ്വസിക്കാൻ പോകുന്നവരാൽ അല്ല നടക്കുന്നത്, വിശ്വസിച്ചവരാൽ. എറിസ്റ്റൻസ്. ആരാണ് ഈ വിശ്വസിച്ചവര്? അപ്പോസ്തലന്മാർ ആണോ? അതിൻ്റെ 20-ാം വാക്യം വായിച്ചേ, 19-20 വായിച്ചേ. ഇങ്ങനെ കർത്താവ് യേശു അവരോട് അരുൾ ചെയ്ത ശേഷം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു, ദൈവത്തിൻ്റെ വലതുഭാഗത്തിരുന്നു. അവർ പുറപ്പെട്ട എല്ലായിടത്തും പ്രസംഗിച്ചു, കർത്താവ് അവരോടുകൂടെ പ്രവർത്തിച്ചും അവരാൽ നടന്ന അടയാളങ്ങളാൽ വചനത്തെ ഉറപ്പിച്ചും പോന്നു. അവരാൽ നടന്ന അടയാളങ്ങളാൽ, വിശ്വസിച്ച ഇവരാൽ അത് നടക്കും. These signs shall follow by those who have believed, not by those who are going to believe. വിശ്വസിക്കാൻ പോകുന്നവരാൽ അല്ല, വിശ്വസിച്ച അപ്പോസ്തലന്മാരാൽ നടക്കും. അവരാൽ നടന്ന അടയാളത്താൽ വചനത്തെ ഉറപ്പിച്ചു. ഇനിയും ഒരു പഠനം അതോടെ പറഞ്ഞ് ഞാൻ നിർത്താം. ടെൻസ് നോക്കി, പിന്നെ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോ, എപ്പോഴെങ്കിലും ക്ലാരിഫൈ ചെയ്യാൻ നോക്കാം. ടെൻസ് നോക്കിയാട്ടെ. 1:17 വിശ്വസിക്കുന്നവരാൽ ഈ അടയാളം നടക്കും. ഫ്യൂച്ചർ ടെൻസ്, ഭാവികാല പ്രയോഗം. 20-ാം വാക്യം അവരാൽ നടന്ന അടയാളങ്ങളാൽ വചനത്തെ ഉറപ്പിച്ചു പോന്നു. കൺഫേമിങ്, പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്. എബ്രായലേഖനം 2-ാം അധ്യായം എടുത്ത് ഹീബ്രൂസ് ചാപ്റ്റർ 2, ഹീബ്രൂസ് ചാപ്റ്റർ 2 3 and 4. ഹീബ്രൂസ് ചാപ്റ്റർ 2 വേഴ്സസ്. എങ്കിൽ കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവർത്തികളാലും തൻ്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിന് നൽകിക്കൊണ്ടും സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും? അവിടെ ടെൻസ് കണ്ടോ? അവിടുത്തെ ടെൻസ് കണ്ടോ? ഞാൻ 1, 2, 3 എന്ന് അവിടെ തന്നെ എഴുതിയിട്ടുണ്ട്. നിങ്ങളും അങ്ങനെയൊക്കെ ചെയ്താൽ എളുപ്പമാണ് മനസ്സിലാക്കാൻ. വേദപുസ്തകം സൂക്ഷിച്ചങ്ങനെ വെച്ചേക്കേണ്ട. ഇത് എഴുതുകയും വരയ്ക്കുകയും ഒക്കെ ചെയ്യണം കേട്ടോ. ചിലരുടെയൊക്കെ എടുത്താൽ പുത്തം പോലെ ഇരിക്കും. അങ്ങനെയല്ല വേണ്ടിയത്. 3-ാം വാക്യം 1 കർത്താവ് പറഞ്ഞു തുടങ്ങി. 2 4-ാം വാക്യം കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നു. 3 ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും തൻ്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് സാക്ഷി നിന്നു. 3 കാര്യം കർത്താവ് പറഞ്ഞു തുടങ്ങി. കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നു. ആരാ കേട്ടത്? അപ്പോസ്തലന്മാരാ. ഞങ്ങൾ കേട്ടത്, ഞങ്ങളുടെ കണ്ണ് കണ്ടത്, ഞങ്ങളുടെ കൈ തൊട്ടത് ജീവന്റെ വചനം. അവരാണ് ഉറപ്പിച്ചത്. എങ്ങനെ ഉറപ്പിച്ചു? ദൈവം അടയാളങ്ങളും അത്ഭുതങ്ങളാലും ഉറപ്പിച്ചു തന്നു. ആ ടെൻസ് ഏതാ? പാസ്റ്റ് ടെൻസ്. നടക്കും. ഫ്യൂച്ചർ ടെൻസ്. നടന്നുകൊണ്ടിരുന്നു അവരുടെ കയ്യാൽ. പ്രസന്റ് കണ്ടിന്യൂസ്. എബ്രായലേഖനത്തിൽ വന്നപ്പോൾ അത് ഉറപ്പിച്ചു തന്നു. ഇനി ഉറപ്പിച്ചു തന്നിട്ട് ഇനി ഉറപ്പിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഉപദേശം കൃത്യം. വേർപെട്ട പിതാക്കന്മാർ പഠിപ്പിച്ചത് സത്യം. ഞാൻ ആദ്യമേ ഓർപ്പിച്ചു, ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട് എങ്ങനെ ഇവർ ഈ സത്യങ്ങൾ മനസ്സിലാക്കി. ദൈവാത്മാവിൻ്റെ പ്രവർത്തനമായിരുന്നു. 1830-ാം ആണ്ടിൽ ബ്രദറൻ പ്രസ്ഥാനം ഒരാൾ തുടങ്ങിയതല്ല. ഒരേ സമയത്ത് ദൈവാത്മാവിൻ്റെ പ്രവർത്തനം വിവിധ ഭാഗങ്ങളിൽ ഒരേ സമയത്ത് നടന്ന് ചെറിയ ചെറിയ കൂട്ടങ്ങൾ വേദപുസ്തകം പഠിക്കാൻ ഒന്നിച്ചുകൂടി. അവരുടെ സ്നേഹവും ജീവിതവും കണ്ട് മറ്റുള്ളവർ അവരെ വിളിച്ചു ദി ബ്രദറൻസ്. ഇറ്റ് വാസ് എ സ്പിരിറ്റ് മൂവ്മെന്റ്. വി ആർ സോ ബ്ലെസ്ഡ് ദാറ്റ് വി ആർ ഇൻ ദിസ് ഗ്രൂപ്പ്. ഇതിൻ്റെ മഹത്വം മനസ്സിലാക്കുക. സൗന്മാരെ, ഞാൻ എൻ്റെ വാക്ക് നിർത്തട്ടെ. വി ആർ ലിവിങ് ഇൻ എ വെരി
വെരി ഡിസെപ്റ്റീവ് ജനറേഷൻ. മറ്റൊരു ഭാഗം ഞാൻ എടുത്തില്ല. ഇതേ സമയത്ത് സത്യോപദേശം വിട്ടുകളയും. ഉപദേശമുള്ളവനെ വിടത്തുള്ളൂ കേട്ടോ. കത്തോലിക്കൻ ഉപദേശം വിട്ടെന്നും യാക്കോബക്കാരൻ ഉപദേശം വിട്ടെന്നും പറഞ്ഞാൽ തെറ്റല്ല. ഉപദേശം പിടിച്ചവനാണ് ഉപദേശം വിടുന്നത്. ആത്മാവ് തെളിവായി പറയുന്നു, some will depart from faith. The faith. ലോകവ്യാപകമായി ഓസ്ട്രേലിയയുടെ പ്രദേശത്ത് ഞാൻ യാത്ര ചെയ്തപ്പോൾ സഭകളിൽ ചെറുപ്പക്കാരില്ല. ഉള്ള സഭകളൊക്കെ പലതിലും കോംപ്രമൈസ് ചെയ്തു. ആളുകളെ പിടിച്ചു നിർത്താൻ വേണ്ടി അവർ ശ്രമിക്കുന്നു. എ ഡിപ്പാർച്ചർ. ഉള്ളവർ ഇത് വിട്ടുകൊടുത്തുകൊണ്ടിരിക്കുന്നു. ഇറ്റ് ഈസ് ഹാപ്പനിങ് ഇൻ UK. ഇറ്റ് ഈസ് ഹാപ്പനിങ് ഇൻ അമേരിക്ക, അറൗണ്ട് ദ വേൾഡ്. At the same time, this deception is also increasing. ഒരു കാര്യം സത്യം, we are the generation witnessing these things what the Lord has told. വളരെ ഉണർന്ന് അലേർട്ടായി ദൈവജനത്തെ യഥാർത്ഥമായി പഠിച്ച് കർത്താവ് പറഞ്ഞ പോലെ യു എർ നോട്ട് നോയിങ് ദ സ്ക്രിപ്റ്റേഴ്സ്. വചനം അറിയായികൾ തെറ്റിപ്പോകുന്നു. വചനം അറിഞ്ഞ് ഉറച്ചു നിൽക്കാൻ ദൈവം ഇടയാക്കട്ടെ. അവൻ്റെ വലിയ നാമം മഹത്വപ്പെട്ടെ.